ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ബ്രില്യന്റിൽ നിന്നും നിരവധി ബ്രില്യൻ സ്റ്റുഡൻസ് ആണ് ഉന്നത വിജയം കരസ്ഥമാക്കിയത്. രാജ്യത്തെ വിവിധ ഐസറുകളുടെ പ്രവേശന പരീക്ഷയായ IIT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി 240-ൽ 240 മാർക്കോടെ വിവേക് മേനോനാണ് അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. കൊച്ചി ഇടപ്പള്ളി സ്വദേശിയും വിദേശത്ത് ടെക്നിക്കൽ അഡ്വൈസറുമായി ജോലി ചെയ്യുന്ന സുനിൽ മേനോന്റെയും പത്മജ മേനോന്റെയും മകനാണ് വിവേക് മേനോൻ. ആനാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പമുള്ള പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ പരിശീലനത്തോടെയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 26ാം റാങ്കും JEE അഡ്വാൻസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1117ാം റാങ്കും കരസ്ഥമാക്കിയിരുന്നു. ഒരിക്കൽ കൂടി വിവേക് മേനോന് ബ്രില്യൻ ഫാമിലിയുടെ അനുമോദനങ്ങൾ. അടുത്തത് അഖിലേന്ത്യാ തലത്തിൽ 2ാം റാങ്ക് നേടിയ ഗൗരി ബിനു ആണ്. ഡോക്ടർ ദമ്പതികളായ ബിനു ഉപേന്ദ്രന്റെയും സ്വപ്ന മോഹന്റെയും മകളാണ് ഗൗരി ബിനു. കൊച്ചി വടുതല ചിന്മയ വിദ്യാലയത്തിലെ +2 പഠനത്തോടൊപ്പം ബ്രില്യനിലെ തീവ്ര പരിശീലനത്തോടെയാണ് ഗൗരി ഈ നേട്ടം കൈവരിച്ചത്. 2023 നീറ്റ് പരീക്ഷയിൽ 720-ൽ 700 മാർക്കോടെ 253ാം റാങ്കും അഖിലേന്ത്യാ തലത്തിൽ ഗൗരി നേടിയിരുന്നു. ഗൗരിക്കും എല്ലാവിധ വിജയാശംസകളും ബ്രില്യൻ ഫാമിലി നേരുന്നു. കൊല്ലം പുനക്കന്നൂർ സ്വദേശിയായ ജയപ്രസാദിന്റെയും ദേവിപ്രിയയുടെയും മകനാണ് ശിവരൂപ് ജയ്. അഖിലേന്ത്യാ തലത്തിൽ 6ാം റാങ്കാണ് ശിവരൂപ് കരസ്ഥമാക്കിയത്. മാന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പമുള്ള ബ്രില്യനിലെ എൻട്രൻസ് ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 9ാം റാങ്കും JEE അഡ്വാൻസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 259ാം റാങ്കുമാണ് ശിവരൂപ് കരസ്ഥമാക്കിയിരുന്നത്. ശിവരൂപിനും എല്ലാവിധ ആശംസകളും ബ്രില്യൻ ഫാമിലി നേരുന്നു. അടുത്തായി അഖിലേന്ത്യാ തലത്തിൽ 22ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീനന്ദൻ C ആണ്. ശ്രീനന്ദൻ നമ്മുടെ കൊല്ലം കൊട്ടാരക്കര സ്വദേശിയാണ്. ശ്രീനന്ദന്റെ അച്ഛൻ ചിത്രകുമാർ ഒരു എഞ്ചിനീയർ ആണ്. അമ്മ സിന്ധു ടീച്ചറാണ്. ശ്രീനന്ദന്റെ റാങ്ക് 22ാം റാങ്കാണ്. അഖിലേന്ത്യാ തലത്തിൽ 22ാം റാങ്ക് കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിയാണ് ശ്രീനന്ദൻ. ശ്രീനന്ദന് എല്ലാവിധ ആശംസകളും ബ്രില്യൻ ഫാമിലി നേരുന്നതും. അടുത്തതായി 24ാം റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 24ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രഫുൽ കേശവദാസ് ആണ്. അച്ഛൻ കേശവദാസ് ഒരു ടീച്ചറാണ്. അമ്മ രാജി ഒരു ടീച്ചർ തന്നെയാണ്. പാലക്കാടാണ് സ്വദേശം. പാലക്കാട് തെക്കുമുറിയിലാണ് പ്രഫുലിന്റെ സ്ഥലം. ഓൾ ഇന്ത്യ തലത്തിൽ 24ാം റാങ്കാണ് പ്രഫുൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. പ്രഫുലിനും എല്ലാവിധ ആശംസകളും ബ്രില്യൻ ഫാമിലി നേരുന്നു. അടുത്തത് 25ാം റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 25ാം റാങ്ക് കരസ്ഥമാക്കിയ ആദിത്യയാണ്. C ആദിത്യ. അച്ഛൻ നിർമ്മൽ ISROയിൽ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അമ്മ ദേവിദത്ത് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാണ് ആദിത്യന്റെ അമ്മ ദേവിദത്ത് വർക്ക് ചെയ്യുന്നത്. ആദിത്യ ട്രിവാൻഡ്രം കുളത്തൂർ സ്വദേശിയാണ്. ആദിത്യയ്ക്കും ബ്രില്യൻ ഫാമിലിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത കൃഷ്ണ SL ആണ്. 28ാം റാങ്ക് അഖിലേന്ത്യാ തലത്തിൽ 28ാം റാങ്ക് കരസ്ഥമാക്കിയ കൃഷ്ണ SL ആണ്. അച്ഛൻ സുരേഷ് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അതുപോലെ തന്നെ മദർ ലക്ഷ്മി ഒരു ഗവൺമെന്റ് എംപ്ലോയി തന്നെയാണ്. തൃശൂർ കോലായി ആണ് സ്വദേശം. കൃഷ്ണയ്ക്കും എല്ലാവിധ ആശംസകളും ബ്രില്യൻ ഫാമിലി നേരുന്നു. അടുത്തത് 65ാം റാങ്കോടെ ഇവാൻ സജി ജോർജ് ആണ്. അച്ഛൻ സജി K ജോർജ്, അമ്മ മേഴ്സി. കൊല്ലം സ്വദേശിയാണ്. കൊല്ലം ഉളിയക്കോവിൽ സ്വദേശിയാണ് ഇവാൻ സജി. ഇവാൻ 65ാം റാങ്ക് കരസ്ഥമാക്കിയാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇവാനും എല്ലാവിധ ആശംസകളും ബ്രില്യൻ ഫാമിലി നേരുന്നു. അടുത്തത് നിതീഷ് P ആണ്. 66ാം റാങ്ക് തൊട്ടടുത്ത് തന്നെ ഇവാന്റെ തൊട്ട് താഴെ തന്നെ 66ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. അച്ഛൻ പത്മകുമാർ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അമ്മ നിഷ ഹൈസ്കൂൾ ടീച്ചറാണ്. 66ാം റാങ്ക് നേടിയാണ് നിതീഷ് ഒരു മികച്ച വിജയം കൈവരിച്ചിരിക്കുന്നത്. അപ്പം നിതീഷിനും എല്ലാവിധ ആശംസകളും ബ്രില്യൻ ഫാമിലി നേരുന്നു. അടുത്ത വിദ്യാർത്ഥി സായുജ് P ആണ്. 86ാം റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 86ാം റാങ്ക് കരസ്ഥമാക്കിയ സായുജ് ആണ് അടുത്ത വിദ്യാർത്ഥി. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് സായുജ്. അച്ഛൻ ജയചന്ദ്രൻ ജനറൽ മാനേജറാണ്. അമ്മ ശൈലജ ഹൗസ് വൈഫാണ്. സായുജിന് 86 ഓൾ ഇന്ത്യ റാങ്ക് 86ാം റാങ്ക് കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിയാണ്. സായുജിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത വിദ്യാർത്ഥി 94ാം റാങ്കോടെ ആൽബർട്ട് സെബാസ്റ്റ്യൻ ആണ്. ആൽബർട്ട് നമ്മുടെ ഏറ്റുമാനൂർ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയാണ്. അച്ഛൻ ഡോക്ടർ സെബാസ്റ്റ്യൻ മാത്യു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. അമ്മ ഡോക്ടർ ഡോളിമോൾ ജോർജ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ആൽബർട്ടിനും എല്ലാവിധ ആശംസകളും ബ്രില്യൻ നേരുന്നു. അടുത്തതായി 98ാം റാങ്കോടെ ജോഹാൻ സാം ബിജു ആണ്. കോട്ടയം സ്വദേശിയാണ്. അച്ഛൻ ബിജു ജേക്കബ് എഞ്ചിനീയർ ആണ്. അമ്മ റീന ബിജു എഞ്ചിനീയർ തന്നെയാണ്. അപ്പം ജോഹാനും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു നല്ലൊരു വിജയം കരസ്ഥമാക്കിയതിന്. 100 റാങ്കിനുള്ളിൽ ഇടം പിടിച്ച എല്ലാ വിദ്യാർത്ഥികളെയുമാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത്. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ട്. അവരെ എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ പേര് റാങ്ക് വിവരങ്ങൾ അറിയുന്നതിനായി നമ്മുടെ brilliantpala.org എന്ന വെബ്സൈറ്റിൽ പോയി റിസൾട്ട് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ടോപ്പേഴ്സ് ലിസ്റ്റും നോക്കി നിങ്ങളുടെ റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാനാവുന്നതാണ്. മഹാവിജയം കരസ്ഥമാക്കി ചരിത്രങ്ങൾ സൃഷ്ടിച്ച് വിന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ബ്രില്യൻ ഫാമിലിയുടെ അനുമോദനങ്ങൾ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.